ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബർത്ത്ഡേയുടെ ഓർഡറാണ് കേട്ടോ. ഞാൻ ഏതായാലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഈ കേക്ക് ടിന് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ്. ഞാൻ ഇതിനകത്തേക്ക് ഓയിൽ തടവിയിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഓയിൽ തടവി ഞാൻ ഈ പാത്രത്തിനകത്തിട്ട് ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഞാൻ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. അതിന് വേണ്ടി അരിപ്പ എടുത്ത് അതിനകത്ത് 1 കപ്പ് മൈദ എടുക്കുന്നു. അപ്പോൾ തന്നെ 1 ടീസ്പൂൺ എന്ന അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് നല്ലവണ്ണം ഇളക്കി അരിച്ച് യോജിപ്പിച്ചെടുക്കുക. ഒന്നെങ്കിൽ ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നല്ലതുപോലെ അരിച്ചതിന് ശേഷം ഇതുപോലെ സ്പാച്ചില ഉപയോഗിച്ച് ഈ പൊടിയെല്ലാം എല്ലായിടത്തും വരത്തക്കോണം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ഇളക്കി എടുക്കുന്നത് കേക്ക് നല്ലവണ്ണം പൊന്തി വരുന്നതിനാണ് കേട്ടോ. നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. മുട്ട അടിക്കുമ്പോൾ തന്നെ വാനില എസൻസ് ചേർക്കുന്നത് നല്ലതായിരിക്കും. എന്നു വെച്ചാൽ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അത് കുറേശ്ശെ അതിനകത്ത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ മുട്ടയുടെ യെല്ലോയിഷ് കളറൊന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളറും നല്ലവണ്ണം ഫ്ലഫി ആയിട്ട് വരുന്നതിനും വരെയും ഈ പഞ്ചസാര ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ നല്ലവണ്ണം ഫ്ലഫി ആയിട്ട് വന്നിരിക്കുകയാണ്. നല്ല വൈറ്റ് കളറും ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നു. അതിനകത്ത് വെളിച്ചെണ്ണ ചേർക്കേണ്ട കാര്യമില്ല. ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യാണെങ്കിലും ചേർക്കാം. ഞാൻ ഏതായാലും ഓയിൽ ചേർക്കുന്നു. ഓയിൽ ചേർത്തതിന് ശേഷം അധികം അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ബീറ്റ് ചെയ്തിരിക്കാൻ കണ്ടില്ല. നേരത്തെ വൈറ്റ് കളറിൽ ഫ്ലഫി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് അതിനകത്തേക്ക് കുറേശ്ശെ ചേർത്തുകൊണ്ട് അതിൻ്റെ കട്ട് ആൻഡ് ഫോൾഡ് പോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒത്തിരി ഫാസ്റ്റായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇളക്കിയാൽ ഈ ഫ്ലഫിയായി വന്നിരിക്കുന്ന ഈ മുട്ടയുടെ കൂട്ട് അതങ്ങ് താന്നു പോവും. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരത്തില്ല. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് പോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇത് കണ്ടില്ല, ബാറ്റർ നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ, അതിനകത്തേക്ക് ഈ ബാറ്റർ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഇത് നല്ലവണ്ണം ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുന്നത് അതിനകത്ത് എക്സസ് എയർ ബബിൾസ് എല്ലാം പോകുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തേക്ക് വെച്ചിട്ട് 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. ഞാനൊരു കുക്കറിനകത്താണ് ബേക്ക് ചെയ്തത്. കുക്കർ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഈ കേക്കിൻ്റെ ഈ ബാറ്റർ അതിനകത്തേക്ക് വെച്ചിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ആ പഞ്ചസാര വെള്ളത്തിൽ അരിയുന്നതിനും വരെ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് നമുക്ക് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഡബിൾ ബോയിലിങ്ങിനാണ് നമ്മൾ ഗനാഷ് ചെയ്യുന്നത്. ഒരു പാത്രത്തിനകത്തേക്ക് ഇതുപോലെ ചോക്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തിളയ്ക്കുന്ന ഒരു വെള്ളത്തിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നല്ലോണം ഇളക്കി മെൽറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇളക്കി മെൽറ്റായിട്ട് നല്ലോണം മെൽറ്റാകുമ്പം നമുക്കതിനകത്ത് കുറച്ച് ക്രീം ചേർത്ത് നല്ല ക്ലീനാക്കി നല്ലവണ്ണം മെൽറ്റ് ചേർക്കണം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് അതിനകത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർക്കണം. വിപ്പിംഗ് ക്രീം ചേർത്ത് നല്ലവണ്ണം മെൽറ്റായി എടുക്കാം. വിപ്പിംഗ് ക്രീം കാണിക്കാൻ മറന്നുപോയി. നല്ലോണം ഞാൻ മെൽറ്റായി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യുന്നതിനുള്ള പാത്രം എടുക്കണം. നമുക്ക് ഈ പാത്രം ഉണ്ട്, ഞാൻ നേരത്തെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്. ഐസിങ് ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്നത് ഫിയോണയുടെ ക്രീമാണ്.
ഞാൻ 1 കപ്പ് ക്രീം എടുത്ത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്യുക. നല്ല സ്റ്റിഫായിട്ട് വരുന്നതിന് വരെ ബീറ്റ് ചെയ്യുക. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഗനാഷ് ഉണ്ടല്ലോ, അത് 2 ടീസ്പൂൺ എന്ന അളവിൽ അതിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് നല്ലവണ്ണം ഇളക്കി. ചോക്ലേറ്റ് കേക്കാണ്, നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച്. ഇപ്പോൾ കണ്ടില്ല അതിൻ്റെ കളറെല്ലാം മാറി വന്ന് കണ്ടില്ലേ. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ കളർ വരുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ കേക്ക് റെഡിയായിട്ടിരിക്കുകയാണ്. നല്ലവണ്ണം സോഫ്റ്റായ നല്ല കേക്ക് റെഡിയായിരിക്കാം. നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. കേക്ക് നല്ലവണ്ണം തണുത്ത് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. വേറെ പാത്രം മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്കിത് ലെയർ ചെയ്യുന്നതിന് വേണ്ടി 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ടേൺ ടേബിൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കേക്കിൻ്റെ ഈ ബോർഡ് അങ്ങനെ വെക്കുക. ആ ബോർഡിൻ്റെ പുറത്തോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, അത് അതിനകത്ത് കുറച്ച് ചേർക്കണം. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കേക്ക് നമ്മൾ വെച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്രീം വയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുഖത്ത് ഫസ്റ്റ് ലെയർ വെക്കണം. തണുത്തിരിക്കുന്ന ഷുഗർ സിറപ്പ് ധാരാളമായി അതിൻ്റെ പുറത്ത് ചേർക്കുക. ഷുഗർ സിറപ്പ് ചേർക്കുന്ന കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയാണ് ധാരാളമായി ഷുഗർ സിറപ്പ് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, ആ ക്രീം നല്ലവണ്ണം തേച്ച് എല്ലായിടത്തും വരത്തക്കോണം തേച്ച് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ സെക്കൻഡ് ലെയർ വെക്കുക. വെച്ചതിന് ശേഷം ധാരാളമായി ഷുഗർ സിറപ്പ് അതിനകത്ത് ചേർക്കുക. പിന്നെയും ക്രീം അതിനകത്ത് ചേർക്കുക. ഇങ്ങനെ മാറി മാറി ഓരോ ലെയറിലും അങ്ങനെ മാറി മാറി എല്ലായിടത്തും ക്രീമും ഷുഗർ സിറപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നല്ല ഫിനിഷ് ചെയ്തെടുക്കണം. ക്രീം ചേർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചേർത്ത് നമുക്ക് നല്ല ലെയർ കിട്ടുക, നല്ല ഫിനിഷായിട്ട് വരത്തില്ല. സമയം എടുത്ത് തന്നെ വേണം ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ചേർക്കുന്നതിന്. ടോപ്പിലായതുകൊണ്ട് കൂടുതൽ ക്രീം ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഫിനിഷ് ചെയ്തെടുക്കുക. ഇതാ കണ്ടിട്ട് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ സൈഡൊക്കെ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഒരു പൈപ്പിംഗ് ബാഗിനകത്ത് കുറച്ച് ഗണാഷ് എടുത്തിട്ട് ഞാനിതിൻ്റെ അരികിലൊക്കെ ചെറുതായിട്ടൊന്ന് ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ബാക്കി വന്ന ഗണാഷ് ഞാൻ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ടോപ്പിൽ ഇങ്ങനെ ഒഴിക്കുന്നു. ഇതെല്ലാം ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ഇതൊന്നും ചെയ്യണമെന്നില്ല. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഏത് വിധത്തിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം, ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ ടോപ്പ് എല്ലായിടത്തും വരത്തൊക്കെ വേണം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. തക്കണം. അപ്പോൾ തന്നെ ഞാൻ ഈ ക്രീമെല്ലാം പൈപ്പിംഗ് ബാഗിനകത്ത് എടുത്തിട്ട് ഞാൻ ഇതുപോലെ നല്ലൊരു ഡിസൈൻ ചെയ്തൊരു ഫ്ലവർ, ഇതൊരു റോസ് ഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ല, ഇതൊരു ബർത്ത്ഡേയുടെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് പേര് എഴുതിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഈ കേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനി വീണ്ടും വേറൊരു കേക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ.